നമസ്കാരം. ഈ കാലം ചിലപ്പോൾ അഴിച്ചുപണികളുടെ കാലമാണ്. നമ്മൾ ഇന്ന് കേൾക്കുന്ന പല വാർത്തകളിലും സംസ്ഥാന കോൺഗ്രസിൽ അഴിച്ചുപണി നടക്കുന്നു, സംസ്ഥാനത്തെ BJPയിൽ വലിയ അഴിച്ചുപണികൾ ഉണ്ടാകുന്നു, ഇനി വരാൻ പോകുന്നത് CPM-നുള്ളിലാണ്. കാരണം ഇങ്ങനെ 3 പാർട്ടിക്കുള്ളിലും വലിയ അഴിച്ചുപണികൾ നടക്കുന്നു. വരാൻ പോകുന്ന സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഴിച്ചുപണികൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രസിഡന്റിനെ മാറ്റുന്നു, പ്രതിപക്ഷ നേതാവിനെ മാറ്റി പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് അതിനെ പ്രതിഷ്ഠിച്ച് മുഖ്യമന്ത്രി ആരാകണം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നുള്ള ശ്രമമൊക്കെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്നു. പക്ഷേ അത് നടക്കില്ല. അവിടെ വൻ അടി തുടങ്ങി എന്ന് തന്നെ പറയാം. ഇനി മറ്റൊന്ന് സംസ്ഥാന BJPയിലാണ്. സംസ്ഥാന BJPയിൽ വലിയ അഴിച്ചുപണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊന്ന് CPM-ലാണ്. CPM-ലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്തെ ഈ വടംവലി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും LDF തീരുമാനിച്ചു കഴിഞ്ഞു മൂന്നാമതും LDF അധികാരത്തിൽ എത്തുമെന്ന് തന്നെയാണ്. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തപ്പെടുമ്പോൾ ചിലപ്പോൾ ഈ 2026 നയിക്കേണ്ടത് പിണറായി വിജയൻ തന്നെയാണോ എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ആ പാർട്ടിക്കുള്ളിൽ നടക്കും. പക്ഷേ 2026 ആകുമ്പോൾ 81 വയസ്സാവുകയാണ് പിണറായി വിജയൻ എന്നുള്ളത് വലിയ വാർത്തയാകും. അപ്പോൾ 75 വയസ്സിന് ശേഷം പാർട്ടിയിൽ നിൽക്കുന്നവരെ പടിക്ക് പുറത്താക്കുന്നൊരു രീതി അവലംബിച്ചു വന്ന CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇപ്പോൾ തന്നെ പിണറായി വിജയനെ ചുമക്കുകയാണ്. ഇനിയും അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ച് വോട്ട് നേടി അധികാരത്തിലെത്തുകയും MV ഗോവിന്ദനോ MA ബേബിയോ ഇവരെ പോലുള്ള നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഭരണം തിരിച്ചു പിടിക്കുകയാണോ, അല്ലെങ്കിൽ മൂന്നാമതും ഭരണത്തിലെത്തുകയാണോ ലക്ഷ്യമെന്നുള്ളതൊക്കെ വലിയ ചർച്ചയാകുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഇപ്പോൾ സംസ്ഥാന BJPയിലെ വലിയ അഴിച്ചുപണി നടക്കുന്നുണ്ട്. പലരെയും മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന നേതാക്കളെ അടക്കം ജില്ലാ അധ്യക്ഷന്മാരാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ പാർട്ടിയുടെ പുതിയൊരു പരീക്ഷണം നടക്കുന്നു. അവിടെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംഘടന ജില്ലാ പ്രസിഡന്റുമാരാകുന്ന ഒരു കാഴ്ചയുണ്ടാകുന്നു. 4 വനിതകൾ ജില്ലാ ചുമതലയിലേക്ക് എത്തപ്പെടുന്നു. ദേശീയ നേതൃത്വം അടക്കം ജില്ലാ അധ്യക്ഷന്മാരുടെ പട്ടിക പ്രഖ്യാപിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു റീസ്ട്രക്ചറിങ് ചെയ്യുകയാണ് BJP കേരളത്തിൽ. പുതിയ സംഘടനാ പരിഷ്കാരങ്ങൾക്ക് ശേഷം പുനഃസംഘടന നടക്കുന്ന BJPയിൽ വലിയ അഴിച്ചുപണിക്ക് സാധ്യതയാണ്. 30 സംഘടനാ ജില്ലകളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ ഒരു പട്ടികയാണ് തയ്യാറാക്കുന്നത്. തിരുവനന്തപുരം സെൻട്രലിലേക്ക് കരമന ജയനെ ജില്ലാ അധ്യക്ഷനാക്കുന്നു. നിലവിൽ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഈ കരമന ജയൻ. ആലപ്പുഴ സൗത്തിൽ നോക്കുമ്പോൾ അവിടെ സംസ്ഥാന വക്താവ് ആയിട്ടുള്ള സന്ദീപ് വചസ്പതിയെ പ്രസിഡൻ്റാക്കുകയാണ്. കോഴിക്കോട് ടൗണിൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പ്രകാശ് ബാബു, മറ്റൊന്ന് കോഴിക്കോട് നോർത്തിൽ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പ്രഫുൽ കൃഷ്ണൻ, മറ്റൊന്ന് തൃശ്ശൂർ വെസ്റ്റിലാണ്. തൃശ്ശൂർ വെസ്റ്റിൽ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യം, കാസർഗോഡ് MLA അശ്വനി, കൊല്ലം ഈസ്റ്റിൽ രാജീവ് പ്രസാദ്, കോട്ടയം സെൻട്രലിൽ ലിജിൻ, എറണാകുളം സെൻട്രലിൽ ഷൈജു, പാലക്കാട് പ്രശാന്ത് ശിവൻ, മലപ്പുറത്ത് ദീപ, തൃശ്ശൂരിൽ ജസ്റ്റിൻ, കോട്ടയത്ത് റോയ് ചാക്കോ, ഇങ്ങനെ തുടങ്ങിയ ജില്ലാ പ്രസിഡന്റുമാരുണ്ടാകും. 4 വനിതകളെ കൂടി ജില്ലാ പ്രസിഡന്റുമാരാക്കിയ BJP ന്യൂനപക്ഷ പ്രാതിനിധ്യം കൂടി ഉറപ്പുവരുത്തുകയാണ്. ഈ ജില്ലാ അധ്യക്ഷന്മാരിലധികവും K. സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന ഔദ്യോഗിക ചേരിക്കാരാണ്. അതായത് V. മുരളീധര പക്ഷം. അധ്യക്ഷസ്ഥാനം പിടിക്കുവാനുള്ള V. മുരളീധര വിഭാഗത്തിൻ്റെയും ഒപ്പം തന്നെ PK കൃഷ്ണദാസ് പക്ഷത്തിൻ്റെയും ഒക്കെ നീക്കങ്ങൾ ചില ജില്ലകളിൽ വിജയം കാണുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ, തിരുവനന്തപുരം, കോഴിക്കോട്, ഇടുക്കി പോലുള്ള ജില്ലകളിൽ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്നത് വാശിയേറിയ മത്സരം നടക്കുകയും ചെയ്തു. ഈ ജില്ലാ അധ്യക്ഷന്മാരെ പ്രഖ്യാപനം ഇപ്പോൾ പ്രഖ്യാപിച്ചതിന് ശേഷം സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്കാണ് BJP ഇനി കടക്കാൻ പോകുന്നത്. അപ്പോൾ സംസ്ഥാന അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുന്നതിന് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലാകെ 14 ജില്ലകളാണുള്ളത്. 14 ജില്ലാ അധ്യക്ഷന്മാരെയാണ് പലപ്പോഴും എല്ലാ പാർട്ടിക്കാരും തിരഞ്ഞെടുക്കാറുള്ളത്. പക്ഷേ BJP അതിനെ 30 അധ്യക്ഷ പദവികളിലേക്ക് ജില്ലയെ വിഭജിച്ചിരിക്കുകയാണ്. അങ്ങനെ 30 പേര് ഉണ്ടാകും. 30 ജില്ലാ പ്രസിഡന്റുമാരുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് BJPയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ജില്ലകളും 2ഓ 3ഓ ആക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ BJPയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുത്ത് ഈ 30 പേരിലെ 27ഓളം വരുന്നവർ ഈ നമ്മുടെ V. മുരളീധര പക്ഷമാണ്. അതായത് K. സുരേന്ദ്രൻ നയിക്കുന്ന പക്ഷമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ
കെ സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിയമിക്കുവാൻ അല്ലെങ്കിൽ മറ്റൊരാളെ ഇവിടെ തിരഞ്ഞെടുക്കുവാൻ കഴിയില്ല എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ എം ടി രമേശോ ഇവർക്ക് രണ്ടുപേർക്കും സാധ്യത വളരെ കൂടുതലാണ്. ഇവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് അയക്കുകയും മറ്റൊരാളെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അവരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് ദേശീയ നേതൃത്വം ഏറ്റെടുക്കുകയാണ് എങ്കിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും കനത്ത തിരിച്ചടിയായിരിക്കും അതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാന BJPയിൽ ഇങ്ങനെ അധ്യക്ഷ പദവിയിലേക്ക് വലിയ അഴിച്ചുപണിയൊക്കെ നടത്തി 30 അംഗ ജില്ലാ പ്രസിഡന്റുമാരിൽ 27 പേരെ കൂടെ കൂട്ടി അതിൽ നിന്ന് വളരെ ബഹുഭൂരിപക്ഷം ആൾക്കാരും മുരളീധര പക്ഷമാണ് എന്ന് സ്വയം ചിന്തിച്ച് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനൊരു വൻ തിരിച്ചടി വേണമെങ്കിൽ BJPയുടെ ദേശീയ നേതൃത്വം നൽകുവാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്ന് പറഞ്ഞു പോകരുത്. കാരണം സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ച് BJPക്ക് ഇവിടെ ഒന്ന് ചലിപ്പിക്കണമെങ്കിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. സംസ്ഥാന BJPയിൽ മറ്റ് ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളതുപോലെ തന്നെ ചിലപ്പോൾ കോൺഗ്രസ്സിലുള്ളതുപോലെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലുള്ളതിനേക്കാൾ ഏറെ കോൺഗ്രസ്സിലുള്ളതുപോലുള്ള തമ്മിലടി വളരെ വ്യാപകമായി നടക്കുന്നുണ്ട് ഇപ്പോൾ BJPയിൽ. ഒന്ന് ശ്രമിച്ചാൽ BJPക്ക് വേണമെങ്കിൽ കേരളത്തിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ഓളമുണ്ടാക്കാം. അതുപോലെ തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടമുണ്ടാക്കാനും കഴിയും ഒന്നിച്ചു നിന്നാൽ. ഭിന്നിച്ച് നിന്നാണ് പോകുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ PK കൃഷ്ണദാസ് വിഭാഗം എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന MT രമേശും ഒപ്പം തന്നെ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഉള്ളതുകൊണ്ട് തന്നെ ആ വിഭാഗക്കാരും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകും. ഒപ്പം വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കുന്ന മറ്റൊരു വിഭാഗം, ഔദ്യോഗിക വിഭാഗം, ഇങ്ങനെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞാണ് മത്സരത്തെ കാണുന്നത് എങ്കിൽ വലിയ പരാജയം BJPയെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ നഗരപരിധിയിലടക്കം നഗരസഭയിലടക്കം വലിയ പ്രതീക്ഷയുള്ള ഒരു വിഭാഗം BJPക്കാർ തിങ്ങുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. പക്ഷേ അവിടെ പോലും വലിയ വീഴ്ച ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് BJPയിലെ വലിയ അഴിച്ചുപണിയും പരീക്ഷണങ്ങളുമൊക്കെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് എങ്കിൽ കൂടിയും BJPയിലെ നേതാക്കന്മാരെ തമ്മിൽ പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകുവാൻ ആ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളത് ആ പാർട്ടിയുടെ വീഴ്ചയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പകരം വീണ്ടും ഒരു ഒത്തൊരുമയോടുകൂടി ചിലപ്പോൾ ഭിന്നിച്ച് നിൽക്കുന്നവരെ കൂടി ഒന്നിപ്പിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ സംസ്ഥാന BJPക്ക് വലിയ മാജിക്കുകൾ ഉണ്ടാക്കാൻ കഴിയും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. പകരം കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുവാനുള്ള കുൽസിത പ്രവർത്തനങ്ങൾ നടത്തിയാൽ BJP വീണ്ടും തകർന്ന് തരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കേന്ദ്ര ഇടപെടലുകൾ, ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടലുകളിൽ ഇവിടെ എത്താൻ പോകുന്നത് MT രമേശോ ചിലപ്പോൾ ശോഭാ സുരേന്ദ്രനോ സംസ്ഥാന BJPയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചേർന്നേക്കാം.